പ്രശ്നങ്ങളെ അതിജീവിച്ച് ആനന്ദത്തിന്റെ ഗിരിസംഖ്യത്തിലേക്ക് പറന്നു വരാൻ പ്രാഗൽഭ്യവും പ്രാവീണ്യമുള്ള നീ എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും കേട്ടു കേട്ടാ നമ്മളെ നിനക്ക് നാണുണ്ടോടാ? എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു എണ്ണം ഇവിടെ ബാക്കിയുള്ളത് തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തരായെന്നറിയാതെ അന്തം വിട്ട് നിൽക്കണു. അവൻ വന്നിരിക്കണു പിച്ചു പേര് പറയാൻ. തിരഞ്ഞെടുപ്പ് അത് നടന്നു കഴിഞ്ഞു അമ്മായി. എന്റെ ഹൃദയം എന്റെ സാഹിയെ എന്നേ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ലക്ഷോപലക്ഷം പ്രതീക്ഷകളുടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ആ തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു അമ്മായി. നീ നിന്റെ തള്ളയുടെ പേരുടെ കളിയിലോടാ. നിന്റെ അമ്മ നാണിയൊക്കെ കൂടി അന്നേ ഞാൻ പറഞ്ഞാണ് എന്റെ മോൾ സാവിയെ നിന്നൂടി അയക്കാൻ ഒക്കൂല ഒക്കൂല. ഞാനും സാവയും പൂർണ്ണചന്ദ്രനും പൂങ്ങിലാവുമ്പോൾ ഒരുമിച്ച് കളിച്ചു, ഒരുമിച്ച് വളർന്നു. സമ്മതിച്ചു. പക്ഷേ നിന്റെ സമ്മതം ഞങ്ങൾക്ക് വേണ്ട. നിരാശേ കൽപ്പാന്തകാലത്തോളം ഈ സൗരയുധം അതിന്റെ ഭ്രമണം നിർത്തുന്നതുവരെ ഈ അകന്ത പ്രപഞ്ചം അതിന്റെ ആയിരം തന്മാത്രകളായി തകർന്നറിഞ്ഞു നിൽക്കുന്നതുവരെയും നിലനിൽക്കുന്ന ഞാൻ പോണം. പക്ഷേ കൽപ്പാന്തകാലത്തോളം കാലരെ നീ മുന്നിൽ കഥാര ഓരോരുത്തർക്കും കിട്ടിയ വോട്ടുകളുടെ എണ്ണം ഒരക്ക പോലെ അന്വേഷിച്ചിട്ടുണ്ട്. ഒരു എഴുത്തെഴുതി വെച്ചിട്ട് പോയി തൂങ്ങിച്ചാൽ ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. അല്ലെങ്കിലും ഈ പത്രക്കാരല്ലേ ഉള്ളത് വരെ നടിച്ചിരിക്കില്ലല്ലോ. ശ്രീമതി കാർത്തിയായനി അമ്മ ബ്രാക്കറ്റിൽ പൂർണി അമ്മ ആകെ വോട്ട് 9. ജയിക്കുന്നതിൽ അർത്ഥമില്ല, നിന്നേക്കാൾ കൂടുതലുണ്ട്. ഇനിയെങ്കിലും മനസ്സിലാക്കണം, ഞാൻ നിന്റെ ദൈവമാണ്. അയ്യോ, ഈ ദൈവത്തിന് എത്ര കിട്ടിയോ? വോട്ട് 11. നിനക്ക് 9 കിട്ടിയുള്ളൂ. ശ്രീ കെ ഈശ്വരനുള്ള ആകെ വോട്ട് 11, അസാധു 2, 11
ശശിക്ക് കൊടുത്തിരുന്നെങ്കിൽ അവൻ പരുന്തുറാഞ്ചി പോലെ വന്ന് നമ്മുടെ സ്ഥാപിൽ ഇപ്പൊ മോളെ കാര്യമൊക്കെ ഓർമ്മ വരണല്ലേ? എല്ലാം സഹിക്കാമെന്ന് ഇലക്ഷന് ജയിച്ചാല് ആ ആനക്കൂട് വഴി വളഞ്ഞിട്ട് ഒരു ഇലക്ഷൻ ഘോഷയാത്ര നടത്തി കളയാമെന്ന് വിചാരിച്ച് ആ കണ്ടലക്കമ്പന് 18 രൂപ അഡ്വാൻസ് കൊടുത്തു. നാദസ്വരം വായിച്ചു. അതിനിപ്പോ യാതൊരു തകരാറും ഇല്ല. അല്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഏതൊക്കെ പറയുന്നത്? അല്ല പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് പോണം. കണ്ടല കമ്പനി അഡ്വാൻസ് കൊടുത്തത് നല്ലത് തന്നെ. നമ്മുടെ സാമ്പത്തിക സമ്പത്തിന് നാശം വേണ്ടായോ? അയ്യോ, വേണം, വേണം. അപ്പൊ പിന്നെ അവളുടെ കല്യാണം ഉടനെ നടത്തണ്ടേ? വേണ്ടേ? വേണം, ഉടനെ നടത്തണം. പിന്നെ ഇന്നലെ നമ്മുടെ ക്യാപ്റ്റൻ അദ്ദേഹത്തെ ഞാൻ കണ്ടിരുന്നു. ഓ ആ, ശശി, ഇതാണല്ലേ? പേര് പറയണേ. എന്നിട്ട് ഇതായി ഒരു വിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ കളിക്കുന്നു. പക്ഷേ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമ്മൾ അന്യനയ്ക്കോ ഞാൻ പോവാ. അയ്യേ, ഇങ്ങനെ ചണ്ട പിടിച്ച് പെയ്യാലാ. സാവിയിലച്ഛൻ മനസ്സാവാൻ കൊണ്ട് എന്തിനോ പറഞ്ഞു പോയെന്നല്ലാതെ കളഞ്ഞി. തന്നെ താൻ ഇങ്ങോട്ടിരിക്കും. അവനവന് വരുമ്പോഴേ മനസ്സിലാവും. അതാണ്. താൻ ഇങ്ങോട്ടിരിക്കും. വാസ്തവം പറഞ്ഞ ഇലക്ഷന് തോറ്റപ്പോ തന്നെ കൊന്ന് ഞാനും ചത്തുകളായെന്ന് വിചാരിച്ചോ? എന്ന് ഈ ചാകുന്നത് എനിക്ക് ഇഷ്ടം തന്നെ. പക്ഷേ നിങ്ങളെ പോലുള്ളവര് ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് വിചാരിച്ചു. ആ, ചാവാനും കൊല്ലാനും ഒക്കെ ഇനി കാലം നേരമൊക്കെ ഉണ്ടല്ലോ. ഇത് പറയും ബാക്കി. അതെ എന്റെ കാക്കയാരി ചേച്ചി, ഞാൻ പറഞ്ഞവന് സമ്മതിക്കും. ആ. പക്ഷേ ഇനി ഞാനാരാ മുതല്? അല്ല ഉശിരൻ ശങ്കരൻ ആ, അതാണ്. എന്നിട്ട് എന്തായി? എന്തിനാവാൻ നമ്മുടെ ക്യാപ്റ്റൻ അദ്ദേഹം നമ്മുടെ പെൺകൊച്ചിനെ കാണാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരും. ആണോ? വെറും ഒരു പേരിന് മാത്രം. ഓഹോ. പിന്നെ ഉടനെ തന്നെ കഴിക്കാം. ഉയ്യോ. മോട്ടോറിന്റെ ശബ്ദമല്ലേ? എങ്കിലത് ക്യാപ്റ്റൻ തന്നെ. ഇങ്ങനെ ഒരു ഞാൻ ഇതാണ് ഞാനിപ്പോൾ പുതുതായി പണി കഴിപ്പിച്ച മുറി. ഒരു മുറിയാണെങ്കിലും ഒരു വീടിനുള്ള കാശ് അതെ. ഒരു പഴയ ഏട്ട് ശങ്കരപ്പൻ. ആളുകൾ ഊളൻ ശങ്കുന്നു. അപ്പൊ ഞാൻ ഇതാ വന്നേ. ഉണ്ണി, ഉണ്ണി. അതെ അതെ ചേട്ടാ ചേട്ടാ നമ്മുടെ ക്യാപ്റ്റൻ
അച്ഛനും അമ്മയും എന്താണ് വിളിക്കുക? എന്നാലേ എനിക്കറിയാം, സാവിത്രി തന്നെ. പിന്നെ എന്നെ മനസ്സിലായോ? ഞാനാണ് ഈ സുന്ദരി കുട്ടിക്ക് ഗുണം തരാൻ പോകുന്ന ആൾ. എന്തോ കല്യാണത്തിനല്ലേ കൂടുതൽ. ഓരോരുത്തന്മാർ വന്നിങ്ങനെ കാപ്പിയും കുടിച്ച് ചോദിച്ച് പറഞ്ഞു വെച്ചിട്ട് പോകും. പിന്നെ ഈ വഴിക്ക് വരിക. പക്ഷേ ഞാൻ അങ്ങനല്ല. ഞാൻ ഈ സുന്ദരി കുട്ടിയെ അങ്ങ് എടുക്കുക. നോക്കിക്കാതെ എടുക്കണേ. കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മള് രണ്ടുപേരും കൂടി എന്റെ മോട്ടോറിൽ കയറി മോട്ടോറിൽ കയറി കനകുന്ന് കൊട്ടാരം കാഴ്ച ബംഗ്ലാവ് പിന്നെ പിന്നെ സുരീന്ദ്രം പത്മനാഭപുരം പാലസ് കന്യാകുമാരി. എനിക്കൊന്നും കേൾക്കണ്ട. ഒരിടത്തും പോകണ്ട. അല്ല പിന്നെ തെക്കോട്ട് മാത്രം പോയാൽ മതിയാവും. വടക്കോട്ടൊന്നും പോണ്ടേ? പോണം പോണം പോണം. ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന്. ഇറാൻ, ഇറാൻ, ടർക്കി, തുർക്കി, സൗദി അറേബ്യ. മലയാളത്തിൽ പോയിട്ടുണ്ടോ? എവിടെ? മലയാളം അവിടെ വാഴക്കടിക്കും കണ്ട പേടിച്ചോ. ഒരിക്കേ ഞാനും എന്റെ അമ്മാവനും കൂടെ താവലോട്ട് അമ്മാവനും അവനും കൂടെ പോയിട്ടുണ്ട് വയനാട്. താവലോട്ടല്ല, താവലോട്ട്. അയ്യോ അതൊന്നുമല്ല. ഇവിടെ നിന്നുകൊണ്ട് അമ്മ ജീരകം നോക്കി വിളിക്കുന്നതാണ്. വളരെ നന്നായിട്ടുണ്ട്. സാവിത്രി കുട്ടിയുടെ കൈകൊണ്ട് തന്നത്. കരിയും കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മിച്ചത് കേട്ടോ. ഏതാ ശാസ്ത്രം അറിയാമോ? നോക്ക്, ഈ കിടക്കുന്ന മത്സരേറിയാണോ? എനിക്ക് അത്ര നിശ്ചയം പോലെ. പിന്നെ എന്ത് ചിത്രം കിട്ടുന്നിങ്ങനെ നടക്കുന്നുണ്ട്. ഇഷ്ടപ്പെടാതിരിക്കാനുണ്ട്. നമ്മുടെ അല്ലേ മോള്. പിന്നെ ഈ കാണുന്നതെല്ലാം അവൾക്കുള്ളതല്ലേ. ഇനിയിപ്പോ അതൊന്നും ആലോചിക്കാൻ ഞാൻ പറഞ്ഞതുപോലെ അടുത്ത മാസം കല്യാണം. നമസ്കാരം വരുമുണ്ടേ. വെട്ടി ചേട്ടാ വെട്ടി. എന്ന് വെച്ചാൽ ഊളം ചേട്ടനുമായിട്ടുള്ള കൂട്ടി ഞാൻ വെട്ടി. മനുഷ്യൻ അന്തസ്സില്ലെങ്കിൽ സഹിക്കും, അഭിമാനമില്ലെങ്കിൽ സഹിക്കും. അല്പം നൈജം വേണം, നൈജം. എന്റെ വരുമുണ്ടേ എനിക്ക് ആളെ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഡിപ്പാർട്ട്മെന്റുകാർ നേരത്തെ കാലത്ത് വീട്ടിലോട്ട് കയറ്റി വിട്ടത്. അതിന് ഞാനെന്തോ ചെയ്യുന്ന ആ ഈശ്വരോട് നോക്കി വീട്ടിൽ ചെന്ന് പറ്റിക്കൂല. അത് പിന്നെ വരുമുണ്ടേ ഈ രോഗം പറ്റിക്കൂടിയോ ഇല്ലയോ എന്നാ അതാണ് അത് നമ്മുടെ സാവിത്രി കുഞ്ഞും ശശികുമാരനും തമ്മിലുള്ള സംബന്ധം നടത്തിക്കാൻ അത് വേണ്ടി മുറ പോലെ നടന്നല്ലോ. ദോഷം പറയുന്നല്ലോ. നല്ല നല്ല പൊടി പൂരമാണ്. എന്നിട്ട് എന്തോ നടന്നു? എത്ര രൂപ കിട്ടിയത്? അത് പറഞ്ഞാൽ അത് പറഞ്ഞാൽ പലപ്പോഴും
നിങ്ങളുടെ സ്വഭാവത്തിൽ അങ്ങനൊക്കെ തന്നെ വരും. ആ മൂപ്പിന്ന് ഇലക്ഷനിൽ നിന്ന് തോറ്റു. ഞാൻ അതങ്ങ് സഹിച്ചു. മോളെ സമ്മതം ചെയ്തായി ഒരു രൂപയെങ്കിലും വേണം. എന്നാ കേട്ടോ, നീ വാ. ഇരിക്കെ. ഇനിയെങ്കിലും ഈ എന്റെ കൂടെ ഒരു കോർപ്പറേഷനായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റും. എന്റെ മരം കൊണ്ട് എനിക്ക് ഇനി അതേ ഉള്ളൂ ഒരു രക്ഷ. എന്നാ പദ്ധതി പ്രവർത്തനം ഉടനെ തുടങ്ങണം. ഒരു മാസം കൊണ്ട് നമ്മൾ ആരായി തീരും. ഇന്നത്തെ വിലയ്ക്ക് പോയ ഒരൊറ്റ മാസം കൊണ്ട് നമ്മൾ എവിടെ എത്തുമെന്ന് അറിയാമോ ചേട്ടാ? പൂജപ്പുരയിലോ? നമ്മുടെ ഈ ഭാഗ്യചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞു. കമ്പനിയൊന്നും ഉടലെടുത്തോട്ടെ. ഇത്രയൊക്കെ ആയിട്ട് ഏതാണ് കമ്പനി? കുറച്ച് നാളുകൾക്ക് മുമ്പ് ചേട്ടന്റെ വീട്ടുകാർ സിനിമയ്ക്ക് പോകാൻ ചോദിച്ചിട്ട് സിനിമയ്ക്ക് പോകണ്ട എന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ ചേട്ടനോട് എന്തോ പറഞ്ഞു? ഈ മഹാഭാവിയുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം പറഞ്ഞേ. ആ ചേട്ടന്റെ ഈശ്വരമുള്ള ചേട്ടൻ ഇലക്ഷനിൽ നിന്ന് തോറ്റപ്പോ ചേട്ടനോട് എന്തോ പറഞ്ഞേ? എന്റെ സങ്കരപ്പിള്ളെ ഇനി ചാകുന്നതാണ് ഉത്തമം. അങ്ങനെ അത് പറഞ്ഞേ. പറഞ്ഞു ഇതിൽ നിന്നൊക്കെ ചേട്ടൻ എന്ത് മനസ്സിലാക്കി? ഇതാ ചേട്ടാ, ഇവിടെ പലരും ചാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് പറഞ്ഞാല് ഒരിക്കൽ ഞാനും കയർ കൊണ്ട് പുളിയെ കൊണ്ട് കെട്ടിയതാണ്. എന്നിട്ട് ആ കയറെ നനകടന്ന് വളർത്തി. അല്ലാതെ കേട്ടോ, മേലെ മരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു വിഷമവും വേണ്ട, കയറ് വേണ്ട, വിഷം വേണ്ട, തോക്ക് വേണ്ട, കുളത്തിൽ പോയി ചാടണ്ട. അതിന് ആണ് നമ്മുടെ സുഖമരണ കമ്പനി. സുഖമരണ കമ്പനി കേട്ടോ. മരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു ചെറിയ നമുക്ക് തന്നാൽ സുഖമായ മരണം കൊടുക്കുന്ന കാര്യം നമ്മൾ ഏറ്റു. അവിടെയാണ് ഒരു മുറി, അതാണ് മരണമണിയറ. അവിടെ ഒരു കസേര, അതാണ് സുഖമരണ കസേര. മരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു ചെറിയ ഫീസ് നമുക്ക് ആ കസേരയിൽ നിന്നാൽ മരിക്കും. അതൊക്കെ ഉണ്ട് ചേട്ടൻ കണ്ടു. കുറച്ച് കഴിയട്ടെ, ഞാൻ പിടിച്ചേരാം. പിന്നെ നല്ല പരസ്യവും പ്രചരണവും. നോട്ടീസ് പത്രത്തിൽ പരസ്യം കോടാമ്പി വെച്ച് അലറി വിളിക്കും. ഈ പരസ്യവും പ്രചരണവും ഇല്ലാതെ ഒരു കാര്യം ഇവിടെ വിജയിക്കത്തില്ലല്ലോ. ഞാൻ നോട്ടീസ് പത്രത്തിലൊക്കെ കൊടുക്കാനുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എഴുതിയ അയ്യോ ഒരു കാര്യം, ഓക്കേ, നല്ല ഒരു ഗ്രാമഫോൺ, കുറെ പ്ലേറ്റ്. എന്റെ ദൈവമേ, ഇങ്ങനെ കഴിക്കുന്ന കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ ചേട്ടാ. റെക്കോർഡ് പ്ലേറ്റ്, പാട്ടിന്റെ റെക്കോർഡ് പ്ലേറ്റ്. അതായത് മരിക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് അവസാനമായി വല്ല പാട്ടോ സംഗീതമോ ഒക്കെ കേൾക്കണം തോന്നിയാലോ? അത് കൊള്ളാം. പക്ഷെ ഒരു കാര്യം, അതിന് നമ്മൾ പ്രത്യേകം ഫീസ് ഇടാം. ഇല്ല, അല്ലാതെ ഇവിടെ ഒന്നും ഒരു ഓസിനൊരു പരിപാടിയില്ല. എല്ലാം ദുട്ടുവായിട്ടുള്ള പരിപാടി. ചേട്ടാ ഒന്ന് എഴുതിക്കില്ലേ? എന്തോ എഴുതുന്നു അങ്ങോട്ട് തോന്നുന്നുണ്ട്. ചേട്ടൻ വല്ലതും തോന്നുന്നുണ്ടോ? അതായത് ചാകാൻ ആഗ്രഹിക്കുന്നവരെ ഇങ്ങോട്ട് വരിക. പോരാ, പേന വേറെ വേണം. അതല്ല, വാചകത്തിനൊരു ശക്തി പോലെ. ഈ വാചകം കേട്ടാല് ആർക്കും ഒരു പ്രാവശ്യം ഇവിടെ വന്ന് മരിക്കാൻ തോന്നാം. അന്ന് എഴുതി എനിക്കാണെങ്കിൽ ചേട്ടനാണ് തോന്നത്തില്ലെന്ന് എനിക്കറിയാം. കിട്ടിപ്പോയി. ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സുവർണാവസരം. അത് കൊള്ളാം കേട്ടോ. ശരിയോ? മാന്യ മഹാജനങ്ങളെ, മരിക്കാൻ ആഗ്രഹിക്കുന്നവരെ, നിങ്ങളിനി വിഷമോ തോക്കോ കയറോ ഒന്നും തേടിപ്പോകണം. ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു ചെറിയ ഫീസ് വന്നാൽ ഞങ്ങളേറ്റു. സമീപിക്കുക,
സുഖമരണ കമ്പനി പ്രൊപ്പറേറ്റർ പദ്ധതി വരവുള്ള വരവുള്ളേ ആ ആത്മഹത്യ ഈ താഴെ അടിയിലാണോ മുകളിലാണോ? സാവിത്രി സാവിത്രി ഓ ഞാൻ വന്നത്. അവള് പിടിയിലെത്തുമ്പോ തന്നെ ഏതൊരു മടയിലും മനസ്സിലാവും ഇവളൊരു കച്ചവും ബാങ്ക് എന്നെ വിളിച്ചാ? എന്നെ വിളിച്ചാൽ സാവിത്രി നീ വിളി കേൾക്കുമ്പോ ഒരു ഈണം അത് നിർത്തണം. എന്നെ വിളിച്ച എന്നല്ല എന്നെ വിളിച്ചോ എന്ന് പ്രസരിപ്പോട് ചൊടിയോട് സുഖമായി സംസാരിക്കണം. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിഞ്ഞൂടെ എന്റെ അമ്മച്ചി. ആ, കളഞ്ഞല്ലോ ആ അമ്മച്ചി എന്ന വിളിയോടെ സംഭാഷണത്തിന്റെ ഡ്യൂട്ടി മുഴുവൻ നടന്നു വിളിച്ചു. നാളെ പറയണം എനിക്ക് അടുക്കള ജോലികൾ കിടക്കണം. സാരി നീ ഒരു വലിയ ആളിനെ നിന്നെ കാണാനും സംസാരിക്കാനും എന്റെ സുഹൃത്തുക്കൾ ധാരാളം പേരുണ്ട്. നീ എന്നോടൊപ്പം മാനസികമായി വളർന്നില്ലെങ്കിൽ നമ്മുടെ ലൈഫ് ലൈഫോ? ലൈഫിൽ എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇവിടെ എനിക്ക് ചങ്ങരപ്പടം ഉണ്ടെന്ന് പപ്പു കളിയാര് പറഞ്ഞല്ല. ഇവിടെ നിന്ന് 20 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു. അത് ഓർക്കുമ്പോഴേ എനിക്ക് കൂടുതൽ സങ്കടം. ഇനി ഒരു 10-90 വർഷം നിന്നോട് എങ്ങനെയാ കഴിച്ചു പോകും? എനിക്ക് മക്കളൊന്നും മനസ്സിലാവണില്ല. മനസ്സിലാവണില്ല എന്നല്ല, മനസ്സിലാകുന്നില്ല എന്ന് വ്യക്തമായി പറയണം. ഓ നീ എനിക്ക് 8 വഴി കൊടുത്ത് പോകണം വയ്യേ. സാവിത്രി, ഞാനൊരു കാര്യം ചോദിക്കും. നീ എത്രാം ക്ലാസ് വരെ പഠിച്ചു? 4ാം ക്ലാസ്സിൽ തോറ്റപ്പം പഠിപ്പുരം എന്റെ അപ്പച്ചി അമ്മേനോട് പറഞ്ഞ്, കാർത്തിയാനിയെ ഇനി നീ പെണ്ണിനെ പള്ളിക്കൂടത്തിലേക്കണം സൂക്ഷിച്ചു. ആ അപ്പച്ചി പണ്ടുള്ളൊരു ചുറ്റി വെക്കുന്നത് അപ്പോ 4ാം ക്ലാസ്സിനപ്പുറത്ത് നീ പോയിട്ടില്ല. പോയിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. നമ്മളെ ചുണക്കിയെ 4ാം ക്ലാസ്സിന് അപ്പുറത്ത് കേട്ടാ. അപ്പൊ അതെടുക്കാൻ പോയിട്ടുണ്ട്. ആ, ചുണക്ക്. ഛി, നിർത്ത്. പോ. എന്നെ കാലം കൊണ്ട് ലക്ഷ്മി. നോക്കണം ഈ വിരലിൽ കാണും ചണ്ടയാ ഇഷ്ടമോ? ഈ, പോകാനങ്ങ്. എനിക്ക് ചത്താൻ മതിയേ. പോയാ? അങ്ങനെ ഇറങ്ങിപ്പോകാൻ വേണ്ടി ഇവിടെ എന്തിനു വന്നു പോയി? പോയാ? പോയാന്ന്? പോയി എങ്കിലും വരുന്നു. ഏത് ദിവ്യപുഷ്പമാണോ എന്നെ മാടി വിളിക്കുന്നത് ആ പുഷ്പത്തിലേക്ക് തന്നെ വരികയാണ് ഹൃദയവീണ തകർന്ന് തരിപ്പണമായ ഈ ഏകാന്തം. ചെല്ലപ്പെട്ടവരോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആ സമയത്ത് പേര് പറയില്ലെന്ന്. അസമയം അതെന്റെ ആത്മാവിന്റെ അന്തരാളത്തിൽ അഖിലും ചന്ദനവും വെള്ളൊരു മണി അനാവശ്യം പറയാൻ ജനമല്ല. ഇവിടെ ആരും ചന്ദ്രൻ ഒന്നും പൂശിയില്ല. പ്രിയേ പ്രണയിനി വേറെ വല്ലവരോടും കൂടെ ആയിക്കോട്ടെ കേട്ടാ. ആരെയോ? എനിക്കോ? നാളല്ലല്ലോ ഇങ്ങനെ പെട്ടെന്ന് പറയാൻ നടക്കാൻ. പുറകെ നടന്നു മുന്നേറുന്നത് സവി പ്രേമം അത് അനശ്വരമാ ശാശ്വതമാ പ്രേമം നിന്നോട് അദ്ദേഹത്തോട് പറഞ്ഞേക്കാം. ഒന്നെങ്കിൽ പ്രണയം ഇല്ലെങ്കിൽ മരണം. ആ രണ്ടാമത് പറഞ്ഞത് മതി. ഏ, ഏ, അപ്പൊ നമുക്ക് ഒരുമിച്ച് വരിക്കാന്നോ? അയ്യടാ ഒരുമിച്ചാ? ഞാനേ സംബന്ധമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കണവളാണ്. അപ്പോ ഞാൻ
മരണം വാതിൽക്കൽ ഒരു നാൾ അഞ്ചനുമായി വന്ന് നിൽക്കുമ്പോൾ തിരകടിച്ചക്കൂട് തകർന്ന നേരം ദാഹജലം തരുമോ, ദാഹജലം തരുമോ? അഞ്ജലി, നീ ഇങ്ങനെ കടിക്കരുത്, കാണിക്കരുത്. ഈ കാഹംസത്തിന് ഇങ്ങനെ കാവോളം മുളമ്പണ്ടായിരുന്നു. ഓർമ്മയുണ്ട് ആ നീലനിലാവിൽ നീലപ്പാവാടയും ധരിച്ച് വെള്ളയിൽ ചുവപ്പ് നിറമുള്ള, അല്ല ചുവപ്പിൽ വെള്ള നിറമുള്ള ചോളയും ധരിച്ച് നീ എന്റെ മുന്നിൽ വന്ന് നിന്ന ആ ദിവസം. അന്ന് നിന്റെ വിളിയാകും മല പൊയ്കയിൽ കുന്തിരാവിന്നരയെന്ന നീരങ്ങാറില്ല. അന്ന് നിന്റെ വിളിയാകും മല പൊയ്കയിൽ കുന്തിരാവിന്നരയെന്ന നീരങ്ങാറില്ല. പാട്ടുപാടി തന്നില്ലെങ്കിൽ പൂപ്പറിക്കാൻ വന്നില്ലെങ്കിൽ പാലൊടി പുഞ്ചിരിമായും പാവാടക്കാരി. പിന്നെ നീലക്കണ്ണിൽ തീരുകുടുംബം പാവാടക്കാരി. അയ്യോ, അത് ഞാൻ ആലിലോടകത്തില് അതിന്റെ ഇടയ്ക്ക് വന്നല്ലേ ചിലപ്പോ ചേട്ടാ ആടലാകുന്ന അലയാകി എന്നെ തള്ളിയിടാൻ വന്നതാണ്. മനുഷ്യന് വർത്തമാനം പോലെ പറയല്ലോ ചേട്ടാ. ഓ സ്ത്രീയോഗമേ, ഒരു പട്ടിയുള്ളത് എവിടെ പോയി കിടക്കണോ? ചെമ്പാ ചെമ്പാ, സ്ത്രീയോഗമേ പറക്കൂ, നിന്റെ പാപമക്കിലമായ കൊടിക്കുക ക്രൂരമായ സ്ത്രീലോകമേ, പറക്കൂ നിന്റെ പിടിക്കുക. പഴക്കുട്ടി ഭാഗവതി ഇതൊരു ഉപദ്രവമായല്ലോ. ഇവിടെ ഇറങ്ങി പോയി ആടിനെ കാണാനില്ലല്ലോ. അനിത വിഷപ്പാമ്പാണ്. പോ ചെല്ലപ്പൻ ചേട്ടാ. പറ്റിതരായ കാമുകവൃത്തങ്ങളെ, നിങ്ങൾക്ക് സ്തുതി. ഇതാ ഒരുവരും കൂടെ വരുന്നു. പക്ഷേ പക്ഷേ പോ ചെല്ലപ്പൻ ചേട്ടാ. പക്ഷേ എന്റെ മരണശേഷം എന്റെ സന്തപ്തമായ ആത്മാവ് ആ കാണുന്നു, ആ കാണുന്നു. അതെന്തിനു വരുന്നില്ലേ? ശിവപ്ലാവ്. ശിവപ്ലാവ് ഇങ്ങനെയായിരിക്കില്ല. പോ ചെല്ലപ്പൻ ചേട്ടാ. ആ ശിവപ്ലാവിന്റെ ചോട്ടിൽ നിന്നുകൊണ്ട് എന്റെ ആത്മാവ് ആയിരം ആയിരം പ്രേമഗാനങ്ങൾ പാടും. ഓ സഹിച്ച് ഒന്ന് പോയി തരാമോ? എനിക്ക് പോവാൻ. കൊതി തീരും വരെ ഇവിടെ ഇപ്പോഴെങ്കിലും ഒന്ന് വന്നല്ലോ. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ എങ്ങനെയാണ്? ചെല്ലപ്പൻ ചേട്ടൻ അറിഞ്ഞൂടെ? അവരുടെ കാര്യം ഷോ ചെല്ലപ്പൻ ചേട്ടൻ അറിഞ്ഞൂടെ? ആറാട്ടുമാവോട് പാട്ടുപുസ്തകം എഴുതിയ ആളാണ്. പടിഞ്ഞാറേ കൊട്ടവഴി ശംഖുമുഖം കണ്ട് കണ്ട് ആറാട്ടു മഹോത്സവം ഈ ഒരു പാവാണെന്ന് ഞാൻ ധരിച്ചത്. സത്യം പറ, അവനാണ്. ദേവസേനയ്ക്കൊന്നും വർത്താനൊന്നും പറയില്ല കേട്ടോ. ഞാനെല്ലാം മനസ്സിലാക്കി. ഞാനിതാ കമ്പനിയിൽ പോയി ചെന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ വിളിച്ചോളാം? വീരശങ്കരൻ ചങ്ങല കോട്ടയുള്ള തറവാട്ടി പറഞ്ഞവരായി സ്വാമി. കമ്പനി
ഇഷ്ടം പോലെ കണ്ടുകൊള്ളാനാണ് ഇങ്ങോട്ട് വന്നത്. വന്നിരിക്കണം. ഇരിക്കാനൊന്നും സമയമില്ല. ഞാൻ കമ്പനിയിൽ പോടാൻ പറ്റും. എന്തിനീ തടിയും ചുമന്നുകൊണ്ട് നടക്കണം? ഇലക്ഷനിൽ നിന്ന് തോറ്റ് നാണം കിട്ടും. കുറുണിയും കൈവിട്ട് കളഞ്ഞപ്പൽ. പിന്നെ ആ സച്ചിന്മയന്റെ കാരുണ്യം കൊണ്ട് കൈവാക്കിയ ഒരു കമ്പനി വന്നു. ഞാൻ അങ്ങോട്ട് വന്നു. ഏത് കമ്പനി? ശശി ഒന്നും അറിഞ്ഞില്ല അല്ലേ? ദാ, ഈ പത്രത്തിലുണ്ട് മനസ്സിൽ വായിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ മരിക്കാൻ കുളം വേണ്ട, തോക്ക് വേണ്ട, കയറ് വേണ്ട, ഒന്നും വേണ്ട. ഒരു സുഖമരണ കമ്പനി അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. ഓ, അങ്ങോട്ട് പോയാ മതി. പിന്നെ ഇപ്പൊ അവിടുന്ന് മറനാട്ടിൽ നിന്ന് ഒരു ആൾക്കാർ വരുന്നുണ്ട്. ഒരു ആസ്ട്രേലിയക്കാര് മദാമ വരെ വന്ന് ചത്തിട്ട് അഭിപ്രായം എഴുതി കൊടുത്തിട്ട് പോയി. എന്നിട്ട് ശശിക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? ഇല്ല. ആ, ഇതാണ് ഈ നാട്ടുകാരുടെ ഗുണം. മുറ്റത്തെ ഉള്ളിലേക്ക് മണമില്ല. ഏതായാലും ഞാൻ കമ്പനിയിലോട്ട് തന്നെ പോകണം. പോയി. എന്തിനിങ്ങനെ വയസ്സുകാരി പിണങ്ങിയിരിക്കണത്? അപ്പൊ അമ്മാവനും അമ്മാവിക്കും പിണങ്ങി. ഒന്നും പറയണ്ട എന്റെ ശശി. വയസ്സും പ്രായവും ഒക്കെ ആയി. എന്നാൽ അതിനനുസരിച്ച് ജീവിക്കട്ടെ. അതില്ല. ഇനി ഒരു ദിവസം, ഒറ്റ ദിവസം കൂടെ നീ ക്ഷമിച്ചോ? അമ്മാവാ, ഇരിക്കണം. അല്ല ശശി, ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഈ ചെറുപ്പകാലത്തെ പോലെ എന്നും ഉപ്പും ഉപ്പേരിയൊക്കെ തിന്നാൻ വെച്ചാലേ നടക്കുന്ന കാര്യം തന്നെ. വേണ്ടടി, നീ ഉപ്പേരി പറക്കണ്ട, മുറുക്കം ഉണ്ടാക്കണ്ട, തീർന്ന. അമ്മാവാ, ക്ഷമിക്കണം. ഞാനോ ഈശ്വരമുള്ള ഈ ജന്മത്തില്ല. പിന്നെ എവിടെ പോണത്? ഞാൻ കമ്പനിയിൽ പോണടി. അയ്യോ, അയ്യോ, ഈ കമ്പനി കൊണ്ടുവന്ന് ഈ നാട്ടിൽ തുടങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചു ശശി, ഇന്നല്ലെങ്കിൽ നാളെ ഈ രംഗത്ത് നിന്ന് വീഴുന്നില്ല കേട്ടോ. ആഹാ. ഓ, അല്ല മോഴന്മാര്. എന്റെ പണിക്കുട്ടി ഭഗവതി, ഈ കമ്പനിക്കാരെ പഴയ തോന്നിക്കണേ. അമ്മാവി, ആ കാര്യത്തിൽ അമ്മാവി വിഷമിക്കണ്ട. പോലീസിനെ അറിയിക്കുന്ന കാര്യം ഞാനില്ല. അതൊക്കെയാണ് ശശി. പ്രമോഷൻ കിട്ടാത്ത 4 പോലീസുകാര് ഇന്നലെ ആ കമ്പനി വന്ന് ഫ്രീ ആയിട്ട് തന്നിട്ടു. അത് കളാ. ഏതായാലും ഞാൻ പോണം. അയ്യോ, നിക്ക്. എവിടെ പോണത് നിങ്ങള്? വായിച്ചോ? ആ. കൊള്ളാം. എങ്ങനെയുണ്ട്? കൊള്ളാം. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടും ഈ വക സാധനങ്ങളൊന്നും തിരിച്ചു കൊടുക്കില്ലേ? ചുമ്മാ തന്നെ ആ, അതിരിക്കട്ടെ. നമ്മുടെ ആവശ്യത്തിന് ഇത് മതിയോ? ധാരാളം. ഇത് എന്നതിനാണ് മനസ്സിലായി. അതായത് മരിക്കാൻ ആളുകൾ ഇങ്ങോട്ട് വരും. അപ്പൊ ചേട്ടൻ അകത്താന്നു. അപ്പൊ ഞാനൊരു സിഗ്നൽ ഇട്ടു. അതാണ്. അപ്പൊ ചേട്ടൻ അകത്ത് നിന്നും മരണകാഹളം മുഴക്കണം. മരണകാരണം മുഴക്കാൻ ഞാൻ കാലൻ. അങ്ങനെ എനിക്ക് അറിഞ്ഞൂടെ? അതുകൊണ്ടാണല്ലോ നിങ്ങളെ ഞാൻ എന്റെ കൂടെ കൂട്ടിയത്. ആ ചേട്ടൻ പണി ആ ഗ്രാമഫോണും മറ്റു കാര്യങ്ങളിൽ അങ്ങ് സെറ്റപ്പ് ആക്കി. അപ്പൊ തന്നെ ആളുകളൊക്കെ വരും അങ്ങോട്ട്. ഇപ്പൊ ചേട്ടാ വേഗം വേഗം കേട്ടോ. നമ്മുടെ ആദ്യത്തെ ആളെത്തിയിട്ടുണ്ട്. ഒരു സ്ത്രീയാണ് കേട്ടോ. വരണം വരണം വരണം. ഇരിക്കണം 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 ഇരിക്കണം. ഇരിക്കാനൊന്നും നേരമില്ല. ഇല്ല. എനിക്ക്
യുവതിയുടെ പേര്? സാവിത്രി. ആ. വീട്ടിലെല്ലാരും സാവിന്ന് ഓ. വിളിക്കും. വയസ്സ്? 25 കഴിഞ്ഞു. ഓ. 26 നടക്കും. ഓ. ചേട്ടാ, ഓ, ready? ശരിയായി വരുന്നു. ആ. അതായത് ഇപ്പോ മരിക്കണമെന്ന് തോന്നാൻ കാരണം പറയണം. എന്താ? പറയണം. അതായത് വൈദ്യനോടോ ആരോടും ഒന്നും ഒളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞതുപോലെ ഈ മരണ കമ്പനിയിലും ഒന്നും ഒളിക്കാൻ പാടില്ല. ധൈര്യമായിട്ട് പറയണം. എന്റെ ഭർത്താവ് എന്നോട് സ്നേഹിക്കുന്നില്ല. ആ. അതും മരിക്കത്തക്ക ഒരു കാരണം തന്നെ കുട്ടികൾ കുഞ്ഞിന് ആ അങ്ങനെ വരുമ്പോ മരിക്കുന്നതിന് മുമ്പ് ഒരു താരാട്ട് പാട്ട് കേൾക്കുന്നതിൽ സന്തോഷമില്ല. എനിക്കതിനുള്ള വിധി ഉണ്ടായില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ നിർബന്ധിക്കുന്നത്. അതിനൊരു 2 rupees extra. അപ്പൊ എല്ലാം കൂടി എത്തിയില്ലേ? ആ. ഓ, ഓ, ഓ. ഒരു പിഞ്ചു കുഞ്ഞിനെ കയ്യിലെടുത്ത് മുത്തം കൊടുത്ത് മടിയിലിരുത്തി താരാട്ട് പാടുമ്പോൾ ഉണ്ടാകുന്ന പക്ഷേ ഇല്ല, 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 എനിക്ക് മരിക്കണം. മരിക്കാം. അതായത് ഈ താരാട്ട് പാട്ട് കേൾക്കുമ്പോ അമ്മയുടെ ഒരു ദിവ്യാനുഭൂതി ഭവതിക്ക് അനുഭവിക്കാമല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. ചേട്ടാ, ഓ, മരണ പശ്ചാത്തലം രാത്രി ഭാവാത്മകമായ ഒരു താരാട്ട്. ഓക്കേ. കാട്ടുപാടി തുറക്കാം ഞാൻ താമരപ്പൂ പൈതലേ. കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിന്റെ കാതലേ. ഇതിന്റെ മടിയിലിരുന്ന് കളിപ്പിക്കാനും കയ്യിലെടുത്ത് മുത്തം കൊടുക്കാനും. സാറേ, ഏ? ഞാൻ ചാവണില്ല സാറേ. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല. അതൊരു കസേര. അതിൽ കയറി പുഷ്പം പോലെ ഇരുന്നാൽ മതി. സുഖമായി സന്തോഷമായി മതി. അങ്ങനെ പറഞ്ഞാൽ അത് പെട്ടെന്ന് പോയാട്ടെ. സന്തോഷകരമായ മരണമാണ് കേട്ടോ? ആ മരണകാരണം. ആ, ഓക്കേ. അയ്യോ, അങ്ങനെ പറയാനില്ല. ഇവിടുന്ന് മരിക്കാതെ പോകാനോ നല്ല സുന്ദരമായ മരണമാണ്. അല്ല സോദരി, അങ്ങനെ പറഞ്ഞാൽ അകത്തോട്ടൊന്ന് പോയാട്ടെ. എനിക്കിപ്പോ ചാവണ്ട സാറേ. എന്തെങ്കിലും ആകട്ടെന്ന് കരുതി കണ്ണു കൊടുത്താൽ കസേരയൊന്ന് പോയി ഇരിക്കണം. ചേട്ടാ, കഷ്ടമാണ്. നിങ്ങളെ ഇങ്ങനെ അങ്ങനെ മരിക്കാതെ ഇവിടുന്ന് പോകാൻ ഒക്കുകയില്ല. എന്താ പറയാ, എന്തിന് ധർമ്മസങ്കടമാണോ? സാറേ, നിങ്ങളെന്നൊരു സഹോദരിയെ പോലെ വിചാരിക്കണം. എന്നിട്ട് തന്നെ വിട്ടേക്കണം. എനിക്കിപ്പോ മരിക്കണ്ട. അപ്പൊ പൈസയോ? സാറേ, എത്ര രൂപ തിരിച്ചു തരണ്ട. എടുത്തോളാം. ആ, ഞാൻ മരിച്ചെന്ന് വിചാരിച്ചാൽ മതി. എന്തിന് ധർമ്മസങ്കടമാണോ? ഞാനും ഒരു മനുഷ്യനല്ലേ. പോയോ? ചേട്ടാ, പോയോ? പോയി. അതെ, കളക്ഷൻ. കിട്ടി. സമയമായി വരുന്നതേ ഉള്ളൂ. ചാകാനുള്ളവർ ഇനിയും വരും. വരട്ടെ. ആ. എത്തിനോട് വരുന്നുണ്ടല്ലോ. നോക്കിയേ, നോക്കി. ആരാ? എന്താണ്? ഉറക്കെ പറഞ്ഞു കേട്ടുകൂടാ. മരിക്കണമെന്നോ? വയറ്റുവേദനയോ? ആ, ഇല്ല ഇല്ല ഇല്ല. ഇനി പോയിക്കോ പോയിക്കോ പോയിക്കോ. ഇല്ല ഇല്ല. ഇല്ല, വിശപ്പ്. ഈ കാഹളം മൂസുക എന്ന് പറഞ്ഞാല് ചില്ലറ പണിയൊന്നും അല്ല. അറിയാം, അറിയാം. അവൻ ഉണങ്ങിക്കോളും. പിന്നെ ആ, ഞാൻ പോകുന്നു. എപ്പോഴും ഈ
തിന്നുന്ന കാര്യം മാത്രം ആലോചിച്ചിട്ടിരിക്കുക. പിന്നെ പണിയെടുക്കുക. എന്തോ മനുഷ്യൻ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ? ഒരാൾ വരുന്നുണ്ടോ? നോക്കി ഒരു മൂപ്പിൽ നിന്നാ നോക്കി ഒരു കാര്യം നമുക്ക് ആ മൂപ്പിനെ ചേട്ടനോട്ടെ വരമൂലേ അതാരാ വരുന്നു നോക്കി നമ്മുടെ ഈശ്വരമുള്ള ഞാൻ പറഞ്ഞില്ലേ ആരും അവസാനം ഇവിടെ വന്നേ തീരൂ. കടസി വരവാ എന്നെ കാണണ്ട ഞാൻ അങ്ങോട്ട് പോയി വരണം അമ്മാവ, വരണം 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 വരണം. ഇരിക്കണം ഇരിക്കണം. ഇരിക്കാനൊന്നും സമയമില്ല. ഇല്ല. ചടേന്ന് കാര്യം നടക്കണം. നടത്തിത്തരാം. ആ. ഇരിക്കണം. ധൈര്യമായിട്ട് ഇരിക്കണം. അമ്മാവന്റെ പേര് ഈശ്വരപിള്ള, ഓ ചെമ്പകരാമൻ പിള്ള ഈശ്വരപിള്ള, കണക്ക് ചെമ്പകരാമൻ പിള്ള ഈശ്വരപിള്ള, മേലനിൽ കണക്ക് ചെമ്പകരാമൻ പിള്ള ഈശ്വരപിള്ള. മുന്തിയ കുടുംബക്കാരനാണല്ലേ? വർത്തമാനം പറഞ്ഞിരിക്കാൻ സമയമില്ല. ഓ അമ്മാവനിപ്പോ മരിക്കണമെന്ന് തോന്നാൻ കാരണം വിശേഷിച്ചൊന്നുമില്ല. ഒരു ഒരു അനാസ്ഥ. അനാസ്ഥി എന്ന് വെച്ചാ അതായത് ഓ വീട്ടുകാരിക്ക് പൊതുവെ നമ്മോടൊരു അനാസ്ഥ. ഓ, ആ, മനസ്സിലായി, മനസ്സിലായി, മനസ്സിലായി. ചേട്ടാ ഈ അനാസ്ഥയ്ക്ക് എത്രയാ ചാർജ്? 8 രൂപ. ആ, 8 രൂപ. അത് ആരത് നല്ല പരിചയമുള്ള ശബ്ദമാണ്. അത് പിന്നെ എന്റെ ഒരു അസിസ്റ്റന്റ് ഡോക്ടറെ എവിടത്തുകാരനാ? അല്ലെങ്കിൽ വേണ്ട, ഈ ചാകാൻ പോകുന്ന ഞാനെന്തിനെ അന്വേഷിക്കണം. 8 രൂപ. ഞാൻ നിങ്ങളുടെയൊക്കെ തന്തയുടെ പ്രായമുള്ളതാണ്. സ്വല്പം ചാർജ് നിവർത്തിയില്ല ബാബ. എന്തെങ്കിലും പുറക്കി. അല്ല അമ്മാവൻ ഇതിന് മുമ്പ് മരിച്ചിട്ടുണ്ട്. ഇല്ലല്ലോ. അവ നടത്തി. ആ, അത് പോരാ. ഒന്നേ കാലത്തോണ്ട് എന്നെ അങ്ങ് തട്ടിക്കളയാ. അത് പാടി. അത് മതി. അത് പോരാ. അത് മതി. അത് പോരാ. എന്നെ കൊന്നുകളെ. ഇങ്ങനെ പോയാ പിന്നെ ഞാൻ എന്നെ ഇരിക്കണത്. അമ്മാവന്റെ കാർത്തിയായനി, നീ ഇതിൽ ഇടപെടരുത്. ട്ടാ, 8 രൂപയുണ്ട്. എന്നെ അങ്ങ് കാച്ചിക്കളോ പോലെ. ഓ, ഓ. 10 രൂപ ഉണ്ട്. അപ്പൊ എന്നെ കൂടെ തട്ടിക്കളയും. ഓ, രണ്ടുപേരെ അങ്ങ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അമ്മയുടെ പേര് അത് ഞാൻ ഇരിക്കണേ പറഞ്ഞു കൊടുത്തൂടെ. ഇവരുടെ പേര് ഉരുളി. ഉരുളി. ചെല്ലപ്പേര് ആ. എഴുത്തുകുത്തിലെ ഓ. കാളിപ്പിള്ള കാർത്തിയായനി അമ്മ. ഓ, ഓ, ഓ. ഓ, അപ്പൊ രണ്ടുപേരും ആ, അകത്തോട്ട് ഓരോരുത്തരായി പോയി ആ കസേര ഇരിക്കും. അതിനു മുമ്പേ വല്ല സംഗീതമോ വല്ല കേൾക്കുന്നത് നാഗസ്വരോ എന്തെങ്കിലും. വേണ്ട വേണ്ട. ഓ പണ്ടേ ഇങ്ങനെ തന്നെ പാട്ടും കൂത്തൊന്നും ഇഷ്ടമല്ല കേട്ടാ. പക്ഷേ എനിക്ക് വേണം. അതിനൊരു 2 rupees എക്സ്ട്രാ. വേണമെങ്കിൽ കൂടി പോകണം, ഞാൻ തരാം. ഓ. അവളുടെ അവസാനത്തെ ആശയം ചേട്ടാ മരണ പശ്ചാത്തലം 275. ശാന്തസുന്ദരമായ ഒരു നാഗസ്വരം. ആ. ഓക്കേ. ഓർമ്മയില്ല. എന്തോ ഓർമ്മയുണ്ടോന്ന്? പണ്ട് ശിവനാണ്ടി വന്ന് നാശന പഠിച്ച ദിവസം നീ ഒരുമാതിരി വെറുതെ ഇരിക്കും. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അത് കണ്ണന് കയറിയിട്ട് കൊണ്ടുപിടിച്ച് നോക്കിയതൊക്കെ മറന്നായിരിക്കും. നീ ഒന്ന് വെറുതെ ഇരിക്കും പൂർണ്ണി. അന്ന് 4 പേരെ വീട്ടിലുള്ള കസവ് എഴുതി ചുറ്റി സൂര്യൻ തിരിച്ചവരല്ലേ വന്ന് കയറിട്ടത്. 4 പേരല്ല, ബാക്കി വിരലുകളോടെ പോയി. 6 പേരുടെ കസവ് മറയും. ഈ നാശന കേട്ടപ്പോണ്ടല്ലോ അന്നല്ലേ നീ തലയിൽ താഴൊന്നും കൂടി വന്ന് എന്നെ ഒഴിഞ്ഞു നോക്കിയത്. ഞാനേ ഞാൻ ആരെയും നോക്കി
സമയമായി രണ്ടുപേരും അകത്തോട്ടൊന്ന് പോയാട്ടെ. അല്ല പോലെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു അയ്യോ. യോഗം. അത് നടക്കത്തില്ല. അയ്യോ, മരണകാഹളം. അയ്യോ, അയ്യോ, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, ഇതെന്തിനോ ആണല്ലേ? കൂടോത്രമാണ്. നമുക്ക് പോവാമേ. അങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല. അകത്തോട്ടൊന്ന് പോയാട്ടമ്മ. ആ, രണ്ടുപേരും ചെല്ല്. മരിക്കാതെ അങ്ങനെ പോകാൻ ഒക്കത്തില്ല. അല്ല അത് ഇനി ഒരു അവസരത്തിലാണ്. അല്ല ഞങ്ങളുടെ അടുത്ത അമ്പലത്തിലെ ആറാട്ടൊന്ന് കഴിഞ്ഞോട്ടെ അല്ലേ കുറുണി. അങ്ങനെ പറഞ്ഞാലെങ്ങനെ? ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല. ആ, ആ. ഞാൻ നോക്കി, ഞങ്ങളുടെ മനസ്സില്ല. കുറുണി കേറി ഇങ്ങനെ പുറകെ നിൽക്കുമ്പോ അയ്യോ എന്റെ അമ്മനെ. അയ്യോ അച്ഛനമ്മമാരുടെ പ്രായമുള്ള കുട്ടികൾ. അതെന്ത് പറയാനാ? കേട്ടോ? പോയോ? അത് പോയി. ഏ? കളക്ഷൻ ഒക്കെ വൈകിട്ട് നമുക്ക് ചിന്തിക്കാം. വാ, നമുക്ക് ഊണ് കഴിക്കാം. കൂടെ ജോലി വല്ല ചെയ്യിച്ചേട്ടായി വന്നതല്ലേ ഇവിടെ. ഓ, ഇങ്ങനെ ഉടങ്ങാൻ പൈസ കൊണ്ട് തരണ്ടേ? ആ, പിന്നെ ആരാണ്ട് ഇത് കേട്ടോ. എന്റെ അമ്മേ, ഈ ദൈവം കൊടുത്തു തുടങ്ങിയാ പിന്നെ അങ്ങ് കൊടുത്തു കൊല്ലും. ഒരു കാര്യം ചെയ്യും, ഞാൻ അപ്പുറം പോവാം. വരണം. അതെ വരികയാ അറിഞ്ഞുകൊണ്ട് തന്നെ വരികയാ മരണത്തിന്റെ മണിയറയിലെ താങ്കളുടെ പേര്? ഇറങ്ങിയ കുയിൽ. ഈ നീലക്കുയിലിന്റെ ആരായി? മയമേട മോനായി. സാക്ഷാത് പേര്. അതറിയപ്പെടാതിരിക്കുമോ? ഈ ലോകത്തിന്റെ കടുക്കൈ കശക്കിയെറിഞ്ഞ ഒരു ഹതഭാഗ്യനാണ് ഞാൻ. കണ്ടപ്പോ തന്നെ തോന്നി ആരോ കശക്കി എറിഞ്ഞതാണ്. അപ്പോ ഈ മരിക്കാനുള്ള കാരണം വഞ്ചനയുടെ പുഞ്ചകരമായ എന്താ? ജിഞ്ചർ വേണോ? വേണ്ട, എനിക്ക് ഇഞ്ചായി ഇഞ്ചിഞ്ചായിട്ട് ലക്ഷണം കണ്ടിട്ട് പ്രേമവൈലാശ്യമാണ് അതിനൊരു 10 rupees. 10 rupees. പത്തില് 15 രൂപ. അതായത് കുറെ നാൾ പ്രണയിച്ചു നമുക്ക്. അപ്പോ ഒരു പ്രണയഗാനം കേൾക്കുന്നതിൽ വിരോധമുണ്ടോ? ചേട്ടാ, മരണ പശ്ചാത്തലം 101. ഒരു പ്രണയഗാനം സോളോ. മരിക്കുന്നതിൽ വിഷമമുണ്ടോ? എനിക്ക് വിഷമമോ? ആ ഗാനത്തിൽ ഞാൻ അത്തരം അലിഞ്ഞു ചേർന്ന് മരിക്കട്ടെ. അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് ദാ, ഒരു 5 രൂപ. 6 രൂപ. ചേട്ടാ, അയ്യോ അയ്യോ, ആ ഗാനം നിർത്തരുത്. ആ ഗാനം നിർത്തരുത്. എനിക്ക് ആ ഗാനം കേട്ടുകൊണ്ട് തന്നെ മരിക്കണം. എനിക്ക് ആ ഗാനം കേട്ടുകൊണ്ട് മരിക്കണം. ഒരുപാട് സമയം ആ ഗാനം കേൾക്കുന്ന അപകടമാണ്. അമൃതം അധികമായാൽ വിഷമൊന്നും അല്ല. വേഗം എനിക്ക് അശുദ്ധതയിലേക്ക് പോകണം. ആനന്ദതയിലേക്ക് എന്നെ ഓരോ കൊല്ലു. എന്നിട്ട് വേണം ആ ശിവപ്രാവിനെ സൂക്ഷിച്ചത് നിന്നുകൊണ്ട് എന്റെ ആത്മാവിന് 1000 പ്രേരണകൾ പാടി സ്വാമിയെ കഴിയിക്കാൻ.
എന്നെ കൊല്ലൂ, എന്നെ കൊല്ലൂ, എന്നെ എന്നെ കൊല്ലൂ. കൊല്ലാം, കൊല്ലാം. ഇപ്പോ മരണകാഹളം മുഴക്കാൻ പോവാണ്. ഭയപ്പെടരുത്. ഭയം. എനിക്ക് മുഴക്കൂ, ഭ്രാതാവേ, മുഴക്കൂ. എട്ട് തിട്ടപ്പെട്ടവാർ മുഴക്കൂ. ചേട്ടാ, മരണകാഹളം. ഉല്ലാസമാണോ ഞാൻ ഈ കേൾക്കുന്നത്? ഈ സഹോദര, എനിക്ക് അക്കള കുതിരം ഒരിക്കൽ കൊടുത്തു. ഞാൻ ഒന്നാമത്തെ പ്രപത്തിൽ അലിഞ്ഞിച്ചേർന്ന് നിലവയ്ക്കട്ടെ. മരണകാഹളം. എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം. എന്നെ കൊല്ലൂ, കൊല്ലൂ. അകത്തോട്ട് പോയി ആ കസേരയിൽ ഒന്നിരിക്കാം. ഒന്ന് പോയി ഇരിക്കണം. എനിക്ക് കസേര വേണം. ഈ പാവം മതി. എന്നെ തട്ടിയേക്കണം. നിങ്ങളൊന്ന് എഴുന്നേക്കണം. ആ കസേര കണ്ടോ? എന്നെ കൊല്ലൂ, എന്നെ കൊല്ലൂ. ദേവി, എന്നെ കൊല്ലൂ, എന്നെ കൊല്ലൂ, എന്നെ കൊല്ലൂ. കേട്ടോ? നിങ്ങൾ വാശി പിടിക്കുന്ന എന്തിന്? സാവധാനമായിട്ട് മരിക്കാമല്ലോ. കിടന്ന് ബഹളം കൂട്ടാതെ. എന്റെ ക്ഷമ നശിക്കുന്നു. അങ്ങോളം ഇങ്ങോളം തുടക്കം മുതൽ ഒടുക്കത്തിൽ നിന്ന് അലതിൽ നിന്ന് ഈ ലോകത്തിൽ നിന്നും എന്റെ യാത്രയാകും. യാത്രയാക്കാമെന്ന് പറഞ്ഞല്ലോ. പിന്നെ ആ കാര്യം സന്തോഷമായ മരണം എന്നൊക്കെ ഞങ്ങളൊക്കെ പരസ്യം ചെയ്തു. പക്ഷെ ഈ കമ്പനി മരണം അല്പം വിഷമം പിടിച്ചതാണ്. എനിക്ക് അങ്ങനെ മരിക്കണം. എനിക്ക് ഇഞ്ചിഞ്ചായി മരിക്കണം. എനിക്ക് ഇഞ്ചിഞ്ചായി മരിക്കണം. പെട്ടെന്ന് ദാ, ഒരു രൂപ. തനിക്ക് തരത്താ. എന്നെ പെട്ടെന്ന് കൊണ്ട് ബാക്കി വെച്ചോ. നിങ്ങളെ ആ കസേരയിലൊക്കെ പോയി ഇരുന്നാ അവിടെ. ആ, നന്ദി കെട്ട ലോകമേ, ഇതാ ഭാവനാസമ്പന്നനായ ഒരു കവി കൂടെ യാത്രയാവുന്നു. അവിടെ ഒരു കസേര കണ്ടോ? ഓ, അതിലൊന്ന് കയറി ഇരിക്കണം. ഇരുന്നാല് പക്ഷേ ഭാഗ്യത്തിന് കവി തപ്പാൻ. അതങ്ങനെ ചാവും. ഞാൻ ഇരിക്കാൻ പോകുന്നു. ഇരുന്നു. കിടന്ന് ബഹളം കൂട്ടാതെ. ഈ ദ്രോഹി സത്യമാണെന്നാണല്ലോ വരമുണ്ട്. ഈ മഹാഭാവി നമ്മൾ എങ്ങനെ കൊല്ലും? അങ്ങനെ കൊല്ലാതിരിക്കുമെന്നാണ്. ഞാൻ ചാവുന്നില്ലല്ലോ. ആ മരണകാലത്ത് എന്നെ ഒന്ന് കൊല്ലൂ. നിങ്ങളൊന്ന് അടങ്ങണമേ. ഇങ്ങനെ മനസ്സാക്കിയില്ലാതെ തുടങ്ങി നിങ്ങളൊന്ന് അടക്കിയിരിക്കണം. തന്റെ കൂടെ വന്നപ്പോഴേ ഞാൻ വിചാരിച്ച താൻ എന്നെ ഏതെങ്കിലും വൈരനെ കൊണ്ട് ചാടി നിങ്ങൾ ഇങ്ങനെ തർക്കിച്ച് നിന്നിട്ട് നേരം എന്നിട്ട് ആ 307 നിന്നേ. എന്നെ കൊല്ലൂ, എന്നെ കൊല്ലൂ. ഞാൻ തന്നെ ഇവൻ വരണം. ഏയ്, ഇങ്ങ് വരൂ. പെട്ടെന്ന്. അയ്യോ, സാവി, ദാ വരുന്നു. എനിക്ക് വരൂ. പൈസ എടുത്തു. അതിനുള്ള പണി എടുത്തു. അത് മതിയെന്ന്. എടാ, ഭയങ്കരന്മാരെ. എന്നാ നീ എന്നെ കറക്ക് കമ്പനിയായിരുന്നു, എടാ. കറക്ക് കമ്പനി, ഏ? കൊല്ലാൻ വന്നേച്ച് നാട്ടുകാരുടെ പൈസ പിടിച്ച് വാങ്ങിക്കുന്നത്, എടാ. ഇതെന്നടാ നിനക്ക്? ഏ? അതാ, പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ അതിനുള്ള ജോലി ചെയ്തു. എന്തിനു ചെയ്തു? നിങ്ങളെ ഞങ്ങൾ കൊന്നു. ഇല്ലേ ചേട്ടാ? അതെ അതെ, നിങ്ങളെ നമ്മൾ കൊന്നിട്ട് എത്രയോ നേരമായി.
എനിക്ക് വിശ്വാസം. സത്യമായിട്ട് മരിച്ചു. ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ. കണ്ടോ 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 കണ്ടോ, പ്രേതത്തിന്റെ അതേ അതേ മൂക്ക്, അതേ കണ്ണ്. നല്ല ഒറിജിനൽ പ്രേതം പോലും ഞാൻ പ്രേതമായി. പ്രേതത്തെ ആർക്കും കാണാൻ പറ്റില്ല. നീയൊക്കെ എന്നെ കാണുന്നു, സംസാരിക്കുന്നു. അത് പിന്നെ ഞങ്ങളല്ലേ പ്രേതത്തെ ഈ പ്രേതമാക്കിയത്. ഞങ്ങൾ രണ്ടുപേരും കമ്പനിക്കാര്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാണാം, വേറെ ആർക്കും കാണാം. സ്വാമിക്ക് കാണാൻ ഇല്ല. അപ്പോ ഞാൻ പിന്നൊരു കാര്യം, ജീവിച്ചിരിക്കുന്നവരെ കവിത പാടി ഉപദ്രവിക്കാതെ വല്ല സൈക്കിൾ ഷോപ്പോ മുറുക്കാങ്കടയോ എന്തെങ്കിലും ഇട്ട് മാന്യമായിട്ട് അങ്ങ് ഒതുങ്ങി കഴിഞ്ഞോണം. ഞാൻ ആ ശീമപ്ലാവിന്റെ ചുവട്ടിലേക്ക് സാവി 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 രക്ഷപ്പെട്ടു. സമ്മതിച്ചു. പത്തടി പരമൂലെ സമ്മതിച്ചു. നമുക്ക് ബാക്കി പൈസ വെക്കാം. ഏത് പൈസ അതൊക്കെ തന്നു. ഇത് 3, അത് 2 അടിക്ക് നിന്നപ്പോ ഏതോ പിച്ചക്കാരനാണ് തോന്നുന്നു. പണി ജോലി എടുത്തു. അത് പിച്ചക്കാരനൊന്നുമല്ല, പ്രേതം. പ്രേതം ആര് പറഞ്ഞ ഞാൻ പ്രേതമായത്? വിടൂലേ? നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ മരിച്ചു. ഇത് ഞാൻ കൊന്നില്ല. പ്രേതമാണെങ്കിൽ പിന്നെ ആ ചായക്കടക്കാരൻ 4,000 നിങ്ങളുടെ കൂടെ എന്നെ എടുത്തിപ്പിക്കുന്നു ഇരിക്കുമോ? അതെങ്ങനെ പറ്റി? അത് സാവിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ ചായക്കടയിൽ കയറി ഉള്ള പഴംപൊരി എല്ലാം എടുത്ത് പൊതിഞ്ഞ് കാശ് കൊടുക്കാതെ വന്നു. അവർക്ക് എന്നെ കാണാം. അത് പിന്നെ അവർക്ക് വല്ല ആള് മാറിയതോ മറ്റോ ആയി. അതായിരിക്കും കേട്ടോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് ഈ അങ്ങനെ തന്നെ പോയി അന്വേഷിക്കാൻ പറ്റില്ല. ഞാനിവിടെ വരാം. പ്രേതമാക്കി ഇരിക്കും. നീയൊക്കെ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ പൈസ. ഏത് പൈസ? നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ പൈസ അതിലേക്കാ നീ വളർന്നത്. നീ വളർന്നത് അയ്യോ ഇതോ അയ്യോ ദേവി അയ്യോ ദേവി ശ്രീദേവി സന്തോഷമായില്ല. ആരും മാന്യന്മാര് ഒന്നും ഞങ്ങൾക്ക് കഷടിയാ പോണത് കേട്ടോ. വല്ല മാന്യന്മാരെയൊക്കെ പറ്റിച്ച് ഒരു വാങ്ങി കഴിഞ്ഞു കൂടിയതാ ഞാൻ. അപ്പോഴാ വലിയൊരു പദ്ധതി. ഒരു വാതിലടഞ്ഞാൽ എന്തോന്ന് ഇനിയും ഉണ്ട് ഒരു പരമരസിക കൊണ്ടുവച്ചിട്ട് തന്റെ പദ്ധതി അടങ്ങാൻ
ജീവിച്ച് നിത്യഹരിത ജീവിതം നയിക്കാൻ ലോകത്ത് ആദ്യമായി ആധുനിക സാങ്കേതിക വിദ്യകളുടെ നമ്മുടെ നാട്ടിൽ ആരംഭിച്ചിരിക്കുന്നു മാനവ ഭോജന കമ്പനി. പറ്റിക്കപ്പെടാൻ കാത്തിരിക്കുന്നവർക്ക് ഒരു സുവർണാവസരം. മരണമോചന കമ്പനി രജിസ്ട്രേഷൻ തുടരുന്നു.